ഹായ് എവരിവൺ. സോ കേരള മെഡിക്കലുമായിട്ട് റിലേറ്റ് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ BDSന്റെ ഈ വർഷത്തെ ഫീസ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലുള്ള ഫീസ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് നോക്കാം ഓരോ കോളേജിലെയും ഫീസ് സ്ട്രക്ചർ. ഇതായിരിക്കും ഈ വർഷം നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ആദ്യത്തേത് അന്നൂർ ഡെന്റൽ കോളേജ് പുതുപ്പാടിയാണ്. അവിടെ 3,47,487 ട്യൂഷൻ ഫീ ഇനത്തിൽ ഒരു വർഷത്തേക്ക് നിങ്ങൾ അടയ്ക്കേണ്ടത്. ആനുവൽ ഫീ ആണ്, അതിൽ ട്യൂഷൻ ഫീ ആണ്. ഇത് കൂടാതെ സ്പെഷ്യൽ ഫീ, കോഷൻ ഡെപ്പോസിറ്റ്, ഇങ്ങനെ നിരവധി ഫീസ് നിങ്ങൾക്ക് വേറെ ഉണ്ടാവും, നിങ്ങൾക്കറിയാം. അതേപോലെ NRI കോട്ടയിൽ അതേ കോളേജിൽ 6,30,000 രൂപയാണ് ഈ വർഷത്തെ ഫീസ് സ്ട്രക്ചർ വരുന്നത്. അടുത്തത് എഡ്യൂക്കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് കിളിയമ്മാനിൽ ക്യാമ്പസ് ആണ്. 3,47,487 ആണ് അവിടുത്തെ ജനറലിന്റെ ഫീസ്. NRI കോട്ടയിലെ ഫീസ് 6,30,000 രൂപയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് ആണ്. 3,47,487. ബാക്കിയുള്ള ഈ ഓരോ കോളേജും MES ആണെങ്കിലും അസീസി ആണെങ്കിലും KMCT ആണെങ്കിലും റോയൽ ഡെന്റൽ കോളേജ് പാലക്കാട്, മാർ ബെസേലിയസ് ഡെന്റൽ കോളേജ് കോതമംഗലം, ഈ ക്യാമ്പസുകളിലെല്ലാം 3,47,487 രൂപയാണ് ആനുവൽ ഫീ ആയിട്ട് BDSന് വരുന്നത്. സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി അവിടെ NRI സീറ്റില് ഈ പറഞ്ഞ എല്ലാ ക്യാമ്പസുകളിലും 6,30,000 രൂപയാണ് ഒരു വർഷത്തേക്ക് നിങ്ങൾ ട്യൂഷൻ ഫീ ഇനത്തിൽ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഇത് ഫിക്സ്ഡ് ആയിരിക്കും, ഈ ഫീ ആയിരിക്കും ഈ വർഷം. നിങ്ങൾക്ക് ഇനി യാതൊരു മാറ്റവും ഉണ്ടായിരിക്കില്ല. യെസ്, ദെൻ ബാക്കി എല്ലാ ക്യാമ്പസുകളിലും തന്നെ ഇതേ സെയിം എമൗണ്ട് 3,47,487 രൂപ ജനറലിനും. ജനറൽ എന്ന് വെച്ചാൽ ജനറൽ കാറ്റഗറി അല്ല കേട്ടോ, NRI കോട്ടയും ജനറലും അതാണ് പറയുന്നത്. 85% സീറ്റുകളാണ് ജനറൽ വരുന്നത്. ആ 85%ത്തിലേക്ക് 3,47,487. ഇനി NRI കോട്ട വഴി കയറുന്ന 15% കുട്ടികൾ, NRIയിൽ കയറുന്ന കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അവര് 6,30,000 രൂപയുമാണ് അടയ്ക്കേണ്ടത്. ഈ NRI അല്ലാതെ ജനറലിൽ വരുന്നിടത്ത് ഫീസ് ഇളവുള്ള കാറ്റഗറികൾക്ക് ആ ഫീസ് ഇളവ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അത് എത്രയാണെന്നുള്ളത് നിങ്ങൾ ക്യാമ്പസുമായിട്ട് ബന്ധപ്പെടുക. സ്പെഷ്യൽ ഫീ ഇനത്തിലൊക്കെ എത്ര രൂപയാണ് നിങ്ങൾക്ക് കുറയ്ക്കുക എന്നുള്ളത് ആ ക്യാമ്പസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. സ്പെഷ്യൽ ഫീയുടെ കാര്യമാണ്. ട്യൂഷൻ ഫീ ആർക്കൊക്കെയാണ് വേണ്ടാത്തത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. യെസ്, അപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. അതേപോലെ തന്നെ നമ്മൾ ഇന്നും നാളെയും അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ആയുർവേദയുടെയും സിദ്ധയുടെയും യുനാനിയുടെയും ഒക്കെ ഓപ്ഷൻ രജിസ്ട്രേഷൻ, ആദ്യ അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇന്ന് തന്നെ വരാം, നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് പ്രതീക്ഷിച്ചിരിക്കുക. എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തി ആദ്യ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ, ബൈ.